ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ മുൻപ് ഒരു 2 റെസിപ്പി ഇട്ടിട്ടുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയായിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ വരുന്ന ഒരാൾ. ഈ മിഠായിയൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാളെ കൊണ്ട് ചെയ്യിച്ചതാണ്. അപ്പോൾ സെയിൽ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അതിനായിട്ട് 1 കിലോ കപ്പലണ്ടി, നിലക്കടല, ഞങ്ങൾ കപ്പലണ്ടി എന്നാണ് പറയുക, എടുത്ത് നന്നായി ഒന്ന് വറുത്ത് എടുക്കണം. നന്നായി വറക്കണത്. ഇത് മറ്റേ തൊലില്ലാത്തത് വാങ്ങിക്കാനും കിട്ടും. ആള് പറഞ്ഞത് അതാണ് പറഞ്ഞത്. പിന്നെ ശർക്കര 1 കിലോ മുഴുവൻ മൂടാനുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം. എന്നിട്ട് ആ കുറുക്കിയെന്നാണ് മൂപ്പര് മാറ്റണത്. അപ്പോൾ ഇത് 1 കിലോനൊന്നും വേണ്ട, പക്ഷെ അതിന് അളന്നെടുത്തിട്ടാണ് കാണിച്ചെന്നുള്ളത്. പിന്നെ ഈ കടലയുടെ ഒക്കെ തൊലി കളയണം. അപ്പോൾ അവർ തൊലി കളഞ്ഞത് വാങ്ങിക്കാനാണ് പറഞ്ഞത്, പക്ഷെ ഞാൻ തൊലിയോട് കൂടിയിട്ടുള്ളത് വാങ്ങിയത്. പിന്നെ ഒരു സ്റ്റീലിൻ്റെ കപ്പ്, 2 കപ്പ് ശർക്കര പാനി ഒരു ചട്ടിയിൽ കുഴിച്ചിട്ടുണ്ട്. 2 കപ്പ് എന്ന് പറയുന്നത് നമ്മളെ മെഷർമെൻറ്റ് കപ്പില്ല 240, അതിൻ്റെ 4 കപ്പ് വരും. ഈ 2 കപ്പ് അതിൻ്റെ 4 കപ്പാണ്. അപ്പോൾ അതാണ് അതിൻ്റെ അളവ് പറഞ്ഞത്. നമ്മളെ മറ്റേ കപ്പ് കൊണ്ട് 4 കപ്പ്, ഇത് 2 കപ്പ് ഒഴിച്ചിട്ടുള്ളൂ. അങ്ങനെ നന്നായി കുറുക്കിയെടുത്തിട്ട് നല്ല ഒട്ടണ പരുവാവണം. ഒട്ടണം എന്ന് പറഞ്ഞാൽ ഒരു നൂൽ പരുവം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഒഴിച്ചാൽ അറിയാം. കട്ടിയാവുമ്പോൾ അത് കലങ്ങി പോവാണ്ടിരുന്നാൽ കറക്റ്റായി, കലങ്ങി പോയാൽ ഒന്നുകൂടി ആവാണ്ട്. അപ്പോൾ അതിൽ ഒരു ഏലക്കപ്പൊടിയും ചുക്കും പൊടിച്ചത് ഇട്ടിട്ടുണ്ട്. കപ്പലണ്ടിയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായി തൊലിയൊക്കെ കളഞ്ഞ കപ്പലണ്ടി. അപ്പോൾ അതിലൊരു പാത്രത്തിൽ കുറച്ച് ഒഴിച്ച് വെക്കുക. എന്നിട്ട് ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് കലങ്ങണില്ല എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുണ്ട്. കലങ്ങിയാൽ അതൊന്നും കൂടി ഇതുപോലെ കുറുക്കിയെടുക്കണം. കണ്ടില്ലേ, നല്ല ഉറപ്പിൽ ആ ഒരു കല്ല് പോലെ തന്നെ അത് ഉണ്ടാവും. അപ്പോൾ ഒന്നും കൂടി 1 മിനിറ്റും കൂടി അത് കുറുക്കിയിട്ടുണ്ട്. നല്ലായി അത് ഒട്ടണ, കൈ കൊണ്ട് പിടിക്കാൻ പറ്റില്ല, അത്ര ചൂടായിരിക്കും. അതിലും അതൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നോക്കിയാൽ മതി. അപ്പോൾ വേഗം മനസ്സിലാവും. കൈ കൊണ്ട് നോക്കുമ്പോൾ ഭയങ്കര ചൂട്, കൈ നല്ല ചൂടാവുകയാണ്. അപ്പോൾ ഇത് ചട്ടി ഇറക്കി വെച്ചിട്ട് കടല നല്ലോണം തണുക്കണം. കപ്പലണ്ടി നല്ലോണം തണുത്തതിന് ശേഷം വേണം ഈ ഇതിൽക്കിടാൻ, ഈ ശർക്കര പാനിയിലേക്ക്. ശർക്കര നല്ല കുറുക്കിയെടുത്ത ഇതിലേക്ക്. എന്നിട്ട് നന്നായി ഇളക്കുക. എല്ലാ ഭാഗത്തും മിക്സ് ആവണം നന്നായി. ശർക്കര ഒരിക്കലും കുറവാവാൻ പാടില്ല, കൂടുതലായാലും കുറവാവാൻ പാടില്ല. കുറവായാൽ അതൊരു പിടിക്കാൻ പറ്റാത്തൊരു രൂപമാവും. അടുപ്പത്തുനിന്ന് ഇറക്കിയിട്ട് വേണം കപ്പലണ്ടി ഇട്ട് കൊടുക്കാൻ. നന്നായി ഇളക്കുക. നന്നായി മിക്സാക്കിയെങ്കിൽ അത് ഇതാവുള്ളൂ. ഉരുള പിടിക്കാൻ ഒരു ട്രയൽക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ചൂട് കൊടുക്കാനെ തന്നെ അത് ഉരുള പിടിക്കണം. നല്ല ചൂട് കൊടുക്കാനെ വേണം പിടിക്കാൻ. ശരിക്കും അത് ചൂട് അവർക്കത് ചെയ്ത് ശീലമായ കാരണം പറ്റുന്നുണ്ട്. ഞാൻ ചെയ്ത് നോക്കുമ്പോൾ നല്ല ചൂടാറിയാൽ അതങ്ങനെ പിന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. വേഗം ഉരുട്ടിയെടുക്കണം. നല്ല എക്സ്പീരിയൻസ് തന്നെ വേണം ഇതിന്. കാരണം ചൂട് കൊടുക്കാനല്ലേ ശർക്കരയുടെ ഉരുക്കിയ ഒരു ഇത്. അപ്പോൾ സെയിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഈ 3 റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കി ചെറിയൊരു വരുമാനമൊക്കെ ഉണ്ടാക്കാമല്ലോ വീട്ടിലിരുന്നിട്ട്. ചെറിയൊരു ലൈസൻസ് വീട്ടിലുള്ള ഇത് ചെയ്യാനുള്ള പറഞ്ഞാൽ അക്ഷയെന്ന് കിട്ടും. അപ്പോൾ കണ്ടില്ല, നല്ല രസത്തിലത് ഉരുളായിട്ട് വന്നിട്ടുണ്ട്. അതിനെ വേഗം ചെയ്യണം, എന്നെങ്കിൽ അത് കറക്റ്റ് ആവുള്ളൂ. ഇല്ലെങ്കിൽ അതാകെ പരന്ന് പിന്നെ ഉരുള പിടിക്കാൻ പറ്റില്ല. എന്നിട്ടൊരു കവറിൽ ഒരു 5 എണ്ണമൊക്കെ ആയിട്ട് എള്ളുണ്ടേതും ഒക്കെ ഞാൻ ഇട്ടില്ല. അതേപോലെ തന്നെ ഒരു പാക്കറ്റിലൊക്കെ ആയിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചാൽ നമുക്ക് സെയിൽ ചെയ്യാം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഇതിൻ്റെ താഴെ കൊടുക്കുക. അസ്സലാമു അലൈക്കും.